അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 14 കൂലി റിലീസായിരുന്നു. നമ്മൾ രാവിലെ 6 മണിയുടെ ഷോയ്ക്ക് FDFSന് നേരെ തിയേറ്ററിൽ പോയി കൂലി കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൂലി എനിക്കിഷ്ടപ്പെട്ടു. കൂലി എന്ന് പറയുന്ന മൂവി ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ എനിക്കിഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർക്ക് ഇത് വർക്കായിട്ടില്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പെക്റ്റേഷനിൽ പോകുന്ന ആൾക്കാർക്ക് വർക്കാവില്ല. കാരണം അവരെല്ലാവരും ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ കുറേ സംഭവങ്ങളുണ്ട് ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു സംഭവം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഒത്തിരി വർക്കാവില്ല. എന്നുവെച്ചാൽ പടം മടുപ്പിക്കുന്ന പടമൊന്നുമല്ല, പടം കണ്ടിരിക്കാനുള്ള നല്ലൊരു സ്റ്റോറിയുള്ള നല്ലൊരു പടമുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നെഗറ്റീവ് വരുന്നത് മൊത്തം ഈ ഒരു സംഭവത്തിലാണ്. ലോകേഷ് കനകരാജ് സംഭവം പ്രതീക്ഷിച്ച് പോയ ആൾക്കാർക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്യത്തക്ക വിധമുള്ള ഒരു സംഭവം കിട്ടിയില്ല. പടം എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. എനിക്ക് കുറച്ചുകൂടെ ലിയോയെക്കാട്ടിലും ബെറ്ററായിട്ട് ഈ പടം തോന്നി. ഇതിനകത്ത് ത്രൂ ഔട്ട് സൗബിൻ ഷാഹിറിന് ത്രൂ ഔട്ട് ക്യാരക്ടർ വേഷമുണ്ട്. അതേപോലെ രജനീകാന്ത്, ഇതൊരു ലോകേഷ് കനകരാജ് മൂവി എന്നതിലുപരി ഒരു രജനി പടം എന്നുള്ളൊരു രീതിയിൽ കാണുവാണെങ്കിൽ പടം അത്യാവശ്യം വർക്കാവും. പിന്നെ പറയാനുള്ളത് സൗബിൻ ഷാഹിർ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൗബിൻ ഷാഹിർ ഒരു നോർമലി നമ്മൾ കാണുന്ന ഒരു വില്ലൻ വേഷം എന്ന ഒരു സംഭവം മാറ്റി പിടിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം, അതിലും കുറേ പേർക്ക് ഈ വില്ലൻ വേഷം വർക്കാകാതെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി വിനായകൻ്റെയൊക്കെ ജയിലർ അഭിനയമൊക്കെ കണ്ടിട്ട് മലയാളത്തിൽ നിന്ന് പോയി അവിടെ തകർത്തു വാരി ആ ഒരു മീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് വർക്കാവില്ല. പക്ഷേ സൗബിൻ്റെ ഈ ഒരു ആക്ടിങ് എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ആ ഒരു മൂവിയിൽ ചെയ്യേണ്ട സംഭവങ്ങൾ, ആൾക്ക് കുറച്ച് പരിമിതികളുണ്ട്, ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ത്രൂ ഔട്ട് വേഷമുണ്ട് സൗബിൻ്റെ രജനിയുടെയും കൂടെ ഒരു പടമാണെന്ന് തന്നെ പറയാം. പിന്നെ നാഗാർജുന സൈമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നാഗാർജുന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാഗാർജുനയുടെ ലുക്കും സ്റ്റൈലും അത് വേറെ ലെവൽ. നാഗാർജുന സീന്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ശ്രുതി ഹാസനും കറക്റ്റായിട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് മൂവി കൊണ്ടുപോയിട്ടുണ്ട്. സത്യരാജിൻ്റെ ക്യാരക്ടറിൽ ആളിനെ കുറച്ചുകൂടെ പ്ലേസ് ചെയ്യാമെന്നുള്ള രീതി എനിക്ക് തോന്നി. അതായത് ആളുടെ ഒരു സംഭവത്തിലാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ സംഭവങ്ങൾ പ്ലേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ തോന്നി. പിന്നെ ഈ പടത്തിൽ കുറേ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, DIGing കൂട്ടത്തെ പരിപാടി കുറച്ചുണ്ട്. പഴയ നമ്മുടെ രജനീകാന്തിൻ്റെ കുറച്ച് സംഭവങ്ങളാണ്. ആ സംഭവങ്ങൾ കുറേ തിയേറ്ററിൽ കയ്യടി വാരിയിട്ടുള്ള സംഭവമാണ്. അത് സീനാണ്. അതും പിന്നെ അനിരുദ്ധിൻ്റെ BGM സാധനമൊക്കെ വെച്ചിട്ട് അത് അടിപൊളിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 1, 2, 3 പാട്ട്, അത്രയും പാട്ട് അവിടെ കുത്തിക്കയറ്റണ്ടെന്നുള്ള രീതി തോന്നി. ലൈക്ക് അനിരുദ്ധ് മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്, പക്ഷെ അടുപ്പിച്ച് 2-3 പാട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നുണ്ട്. ഓവറോള് പടം നൈസാണ്. പിന്നെ മലയാളത്തിൽ നിന്ന് ബാബുരാജുണ്ട്. ഒട്ടും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറല്ല, എന്നാൽ തന്നെ മലയാളത്തിൽ നിന്ന് പറയാനായിട്ട് ബാബുരാജും ഈ സിനിമയിലുണ്ട്. അപ്പം എല്ലാവരും പറയാനുള്ളൊരു ലോകേഷ് കനകരാജ് മൂവി എന്ന് പറയുന്ന ഒരു ഇതിൽ കാണാണ്ട് ഒരു രജനി മൂവി എന്നുള്ള ഇതിൽ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ പടത്തിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഒരു ടൈറ്റിൽ കാർഡുണ്ട്, അത് വിഷയമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൽ വിഷയം എന്ന് പറയാനായിട്ടൊരു ഹോസ്റ്റൽ സീന് പരിപാടിയുണ്ട്. അതും ആ BGM സംഭവം അത് വർക്കാണ്, ആ സാധനം വർക്കാണ്. പിന്നെ മൂവിയുടെ ഏറ്റവും കൂടുതലൊരു ഡ്രോബാക്ക് പോലെ വന്നതെന്ന് പറഞ്ഞാൽ ഓവർ നമുക്ക് മറ്റേ തിയേറ്ററിലിരുന്ന് അങ്ങനെ കൈയടിച്ച് സീറ്റിൽ പിടിച്ചിരുത്തുന്ന പരിപാടി അത് കുറവാണ്. അതാണ് നമ്മൾ ആ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ പടം നല്ലതായിട്ടൊരു സ്റ്റോറി ലെവലിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്, അതിൽ ഇങ്ങനെ പോയി എൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അമീർ ഖാൻ്റെ ഒരു സീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമീർ ഖാനെ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കോമഡി ക്യാരക്ടർ പോലെയാണ് ഫീൽ ചെയ്തത്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം, മേ ബി എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ അമീർ ഖാനെ പടത്തിൻ്റെ ലാസ്റ്റിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് തോന്നിയത് ഒരു രജനീകാന്തും ഉപേന്ദ്രയും അമീർ ഖാനും കൂടെ ഉള്ളൊരു സീനുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണണം. അത് ലാസ്റ്റിലായതുകൊണ്ട് അത് നമുക്കൊരു വിഷയ സീനായിട്ട് തോന്നും. അതൊന്നുമില്ല, പ്രത്യേകിച്ച് അതിനകത്ത് മാസ് പരിപാടി ഒന്നുമില്ല, പക്ഷെ അതിനകത്തൊരു അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സാധനം വരും. അത് അടിപൊളിയാണ്.
പിന്നെ ഉപേന്ദ്രയും അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 സീൻ, അത് മൂവിയാണ്, അപ്പോൾ അതിനകത്ത് കുറേ ഫാൻറ്റസി എലമെൻറ്റുകളും സംഭവങ്ങളൊക്കെ വരും. ഫാൻറ്റസി എന്നല്ല, സംഭവം എന്ന് വെച്ചാൽ ഉപേന്ദ്രയുടെ ഒരു ഫൈറ്റ് സീനുണ്ട്. അതിനകത്ത് നമ്മൾ ഓർക്കും ഇത്രയും ഒരുങ്ങിയിരിക്കുമായിരുന്നു ഇതിനു വേണ്ടി എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ കാരണം ബാക്കിയുള്ളവരുടെ കോസ്റ്റ്യൂംസ് ഉപേന്ദ്രയുടെ കോസ്റ്റ്യൂം കൂടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നും. പിന്നുള്ളത് വേറൊരു ഫൈറ്റ് സീനകത്ത് കുറച്ച് ഗൺ ഷോട്ട്സ് പരിപാടിയുണ്ട്. ആ ഗൺ ഷോട്ട്സ് പരിപാടി കറക്റ്റ് അപ്പുറത്തെ ബോട്ടിൽ നിൽക്കുന്നവർക്ക് വരെ അല്ലെങ്കിൽ വെടി കൊള്ളുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് വേറൊരാളുമായിട്ടുള്ളൊരു ഫൈറ്റ് സീനിൻ്റെ ഇടയ്ക്ക് ഗൺ ഷോട്ട്സ് പരിപാടിയുണ്ട്. അപ്പോൾ അത് ഇത്ര ഉന്നം ഈ ഫൈറ്റ് സീനിൻ്റെ ഇടയ്ക്കുള്ള വെടികളാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഗൺ ഷോട്ട്സ് നമുക്ക് അതേപോലെ ഫീൽ ചെയ്യും. അതല്ലാണ്ട് എനിക്ക് ഓവറോൾ പടം നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കൂലി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും കൂടെ കൂടുക.